സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശി രാധികനെ തലങ്ങും വിലങ്ങോട്ട് തല്ലുവാണ്ടോ. ഈ സമയം യശോദ മുത്തശ്ശിനെ തടയുന്നുണ്ട്. എന്തിനാ ഇവളിങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്? അന്നേരം മുത്തശ്ശി പറയണേ, ഇവളെ നിൻ്റെ മകളുടെ ജീവിതം തകർക്കാൻ നോക്കുവാണ്. ഇവള് പ്രിയങ്കമോളെ വിളിച്ച് വരൻ്റെ സുഖവരെ അന്വേഷിക്കുന്നു. ഇവള് വരൻ്റെ സ്വപ്നം കണ്ടുപോലും. അന്നേരം രാധിക കരഞ്ഞുകൊണ്ട് പറയണേ, അമ്മേ, ഞാൻ വരന് അപകടം പറ്റുന്നതായിട്ട് സ്വപ്നം കണ്ടു. അത് കാരണം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. ഇതൊക്കെ അന്വേഷിക്കാൻ നീ ആരാടി എന്നും പറഞ്ഞ മുത്തശ്ശി വീണ്ടും രാധികയെ ഉപദ്രവിക്കുക. ദേ, നീ ഇവളെ ഇങ്ങനെ കയറൂരി വിട്ടാലുണ്ടല്ലോ, ഇവള് കാരണം നിൻ്റെ മോള് താലിയും പൊട്ടിച്ച് വീട്ടിലേക്ക് വരേണ്ടി വരും. അങ്ങനെ പറഞ്ഞ് വീണ്ടും വീണ്ടും രാധിക തല്ലുക. ഇനി ഇവള് ജീവനോട് ഇരിക്കാൻ പാടില്ല. എൻ്റെ പ്രിയങ്കമോൾക്ക് വേണ്ടി ഇവളുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലാനും ഞാൻ തയ്യാറാകും എന്ന് പറഞ്ഞ് രാധികയുടെ കഴുത്തി പിടിച്ച് ഞെക്കുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശിയോട് വിടാനൊക്കെ പറയുവാണ് യശോദ. എന്നിട്ട് രാധികയോട് പറയണേ, മോളെ നീ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട് എന്ന് പറഞ്ഞ് രാധിക അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ്. അങ്ങനെ രാധിക സങ്കടത്തോടു കൂടി പൂജാമുറി വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ വിടുന്നില്ല. മുത്തശ്ശി അവിടെ വന്ന് രാധിക ഉപദ്രവിക്കുവാണ്. അങ്ങനെ യശോദ പിന്നാലെ തന്നെ വരുന്നുണ്ട്. അമ്മേ, മോള് വിട് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയെ പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ മുത്തശ്ശി പെട്ടെന്ന് ബാക്കിലോട്ട് തെറിച്ച് വീണ് മതിലിൽ പോയി തലയിടിക്കുവാണ്. ഈ കാഴ്ച കണ്ട് രാധികയും യശോദയൊക്കെ ആകെ അങ്ങ് ഞെട്ടിപ്പോകുവാണ് കേട്ടോ. അങ്ങനെ അവർ ഓടിച്ചെന്ന് മുത്തശ്ശിയെ നോക്കുവാണ്. ഈ സമയം മുത്തശ്ശിയുടെ നെറ്റി മുറിഞ്ഞ് ചോര വരുന്നുണ്ടാവും കേട്ടോ. മുത്തശ്ശിയുടെ ബോധവും പോയിട്ടുണ്ടാവും. ഈശ്വര, അമ്മയുടെ നെറ്റി പൊട്ടിയിട്ടുണ്ടല്ലോ, ചോര നിൽക്കുന്നില്ലല്ലോ. മോളെ, നീ വേഗം പോയി അച്ഛനെ വിളിക്കും. അങ്ങനെ രാധിക ഓടിച്ചെന്ന് റൂമിലേക്ക് പോയി ഫോൺ എടുത്ത് അതിൽ ദേവനാരായണൻ്റെ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. എന്നാൽ പരിധിക്ക് പുറത്താണെന്ന് പറയുമോ. രാധിക അങ്ങനെ ഓടി വരുക. അമ്മേ, അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്നാൽ മോളൊരു കാര്യം ചെയ്യ്, മോളൊരു വണ്ടി പിടിക്കുക, നമുക്ക് എത്രയും പെട്ടെന്ന് അമ്മേനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാം. അങ്ങനെ രാധിക അവിടെ നിന്നും ഓടിപ്പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രശേഖരനും കൽപ്പനയും കൂടി സംസാരിക്കുന്നതാ. അന്നേരം കൽപ്പന ചോദിക്കണേ, അല്ല ചെറിയച്ഛൻ്റെ തീരുമാനം എന്താ? അച്ഛനാണെങ്കിൽ ഹോസ്പിറ്റലിലാണ്, വരണിൻ്റെ കാര്യം ഏതാണ്ട് പോക്കാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഈ വീട്ടിലെ കാരണവരാകാൻ പോകുന്നത് ചെറിയച്ഛനല്ലേ? അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, അതെ, കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ നടക്കുവാണെങ്കിൽ ഈ കണിമംഗലം ഇനി എൻ്റെ കയ്യിലായിരിക്കും. അന്നേരം കൽപ്പന പറയണേ, ചെറിയച്ഛൻ ഈ കണിമംഗലത്തിൻ്റെ അധികാരിയാവുന്നതിൽ എനിക്കൊരു എതിർപ്പില്ല. പക്ഷേ പ്രിയങ്കയുടെ കാര്യം അങ്ങനെയല്ല, അവൾ നമ്മൾക്കൊപ്പം നിൽക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സന്ദർഭം മുതലാക്കി അവളെ ഈ വീട്ടിൽ നിന്ന് പുകച്ച് പുറത്തു ചാടിക്കണം. അവളുടെ അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം. ഇപ്പോൾ അവളെ സപ്പോർട്ട് ചെയ്യാൻ ഈ വീട്ടിൽ ആരുമില്ല. ഈ അവസരം നമ്മൾ മുതലാക്കിയേ പറ്റുള്ളൂ. അവളുടെ അച്ഛനെ വിളിച്ച് അവൾ ഇവിടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയണം. ആത്മാഭിമാനമുള്ള അങ്ങേര് അവളെ പിന്നെ ഇവിടെ നിർത്തില്ല. നമ്മൾ അയാളുടെ അഭിമാനത്തെ മുറിയേൽപ്പിക്കുന്ന രീതി വേണം സംസാരിക്കാൻ. അതോടെ അയാൾ തന്നെ മകളെയും കുട്ടി ഇവിടുന്ന് പൊക്കോളും. അത് കേൾക്കുമ്പോൾ ചന്ദ്രശേഖരൻ പറയണേ, സാധാരണ പെൺബുദ്ധി പിൻബുദ്ധി എന്നാണ് പറയുന്നത്. പക്ഷേ കൽപ്പനെ, ഇവിടെ നിൻ്റെ ബുദ്ധിയുണ്ടല്ലോ, അത് സൂപ്പറാണ്. നിനക്ക് പ്രിയങ്കയോട് ഇത്രയും വൈരാഗ്യം ഉണ്ടല്ലേ? അന്നേരം കൽപ്പന പറയണേ, എനിക്കൊരാളോട് വൈരാഗ്യം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അയാളുടെ നാശം കാണാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അത് ചെറിയച്ഛനോടാണെങ്കിലും അങ്ങനെയായിരിക്കും. അന്നേരം ചന്ദ്രശേഖർ ചോദിക്കണേ, അല്ല ഇപ്പോൾ നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല എന്ന് പറഞ്ഞ് രണ്ടാളും ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ തിരുമേനിനെ ഇപ്പം തന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ദേവനാരായണനെ ഫോണിൽ വിളിക്കുവാൻ കേട്ടോ ചന്ദ്രശേഖരൻ. അങ്ങനെ ദേവനാരായണൻ കോളൊക്കെ അറ്റൻഡ് ചെയ്യുക. ആ, ദേവനാരായണൻ തിരുമേനി, ഇത് ഞാനാ, കണിമംഗലത്ത് നിന്ന് ചന്ദ്രശേഖരൻ. ഓ, എന്താ സാർ ഈ സമയത്ത് വിളിച്ചത്? അതെ, തിരുമേനി ഒന്ന് അത്യാവശ്യമായിട്ട് ഇവിടെ വരെ വരണം, ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അല്ല, എന്താ സാറേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ, ചെറിയ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. എന്താ ഏതാണെന്നൊന്നും ഫോണിൽ കൂടി പറയുന്നില്ല. ഇവിടെ വരുമ്പോൾ നേരിട്ട് തന്നെ പറയാം. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തണം. അങ്ങനെ പറഞ്ഞ് കോൾ കട്ടാക്കുക. അയാൾ ഉടനെ തന്നെ ഇവിടെ എത്തും. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലെത്തിയിരിക്കുന്ന മുത്തശ്ശിയെയും രാധികേനെയും അമ്മേനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഡോക്ടർ വന്ന് മുത്തശ്ശിയെ പരിശോധിക്കുക. ഇതെന്ത് പറ്റിയതാ? അന്നേരം യശോദ പറഞ്ഞേ, അത് പിന്നെ അമ്മ ചെറുതായിട്ട് സ്റ്റെപ്പിലൊന്ന് തടഞ്ഞ് വീണതാണ്. അല്ല, അമ്മയ്ക്ക് എന്തെങ്കിലും ഗുളികയൊക്കെ കഴിക്കുന്നുണ്ടോ? എന്തെങ്കിലും തളർച്ച തോന്നി വീണതാണോ? അല്ല, സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, പെട്ടെന്നങ്ങ് വീണുപോയതാ എന്ന് രാധികയും പറയുക. അങ്ങനെ ഡോക്ടർ പരിശോധിച്ചിട്ട് വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറയുവാണ് കേട്ടോ. എന്നിട്ട് സിസ്റ്ററിനോട് മുറിവൊക്കെ ഡ്രസ്സ് ചെയ്തിട്ട് ഒരു ഇഞ്ചക്ഷൻ വെക്കാൻ പറയുക. ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞൊരു 10-15 മിനിറ്റ് കൂടെ റെസ്റ്റ് എടുക്കണം. അത് കഴിഞ്ഞ് വീട്ടിൽ പോകാം. അങ്ങനെ പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം നേഴ്സ് വന്ന് മുത്തശ്ശിയുടെ തലയിലെ മുറിവൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തിട്ട് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ രാധികേനെയും യശോദേനെയും ദേഷ്യത്തോടു കൂടി നോക്കുവാണ്. പിന്നീട് നേഴ്സ് ഒരു ചീട്ടെടുത്ത് രാധികയുടെ കൊടുക്കുക. അതെ, താഴ്ചന്ന് ഒ പി വാങ്ങണം, എന്നിട്ട് മരുന്നുകളും വാങ്ങണം. ആ ശരി, ഞാൻ പോയി വാങ്ങിയിട്ട് വരാമേ എന്ന് പറഞ്ഞ് രാധിക അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്തെത്തുന്ന തിരുമേനിനെയാണ് കേട്ടോ. തിരുമേനി പുറത്ത് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ മുത്തശ്ശി അങ്ങോട്ടേക്ക് എത്തുക. ആ, തിരുമേനിയോ, വരൂ. അങ്ങനെ പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുക. അല്ല, തിരുമേനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു? അന്നേരം
ദേവൻ പറയണേ അത് എന്നെ ചന്ദ്രശേഖരൻ സാർ വിളിച്ചിരുന്നു. സാറാ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്താ ഇവിടെ ഉണ്ടായത് എന്ന് തിരുമേനി ചോദിക്കുക. അന്നേരം മുത്തശ്ശി പറയണേ എന്താണെന്ന് ഞങ്ങൾക്കും അറിയില്ല. ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, പെട്ടെന്ന് അങ്ങ് കൊഴിഞ്ഞു വീണു. അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഈ സമയം കൽപ്പനയും ഉർവശിയും ചന്ദ്രശേഖരനും ഒക്കെ അങ്ങോട്ടേക്ക് എത്തുക. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ അപകടം പറ്റിയിട്ട് ഏട്ടനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. ആ അപകടത്തിന് കാരണക്കാരിയായ തിരുമേനിയുടെ മോള് ഇവിടെ തന്നെയുണ്ട്. എന്നാൽ തിരുമേനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ദേവൻ ചോദിക്കണേ അല്ല എന്തായി പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ സമയം ചന്ദ്രശേഖരൻ അന്നവിടെ നടന്ന കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് വിശദീകരിച്ച് പറയുവാണ്. പ്രിയങ്ക സ്വർണവുമായിട്ട് കടന്നു കളയാൻ നോക്കിയതും എല്ലാവരും കൂടി പിടിച്ചതും അന്നേരം പ്രിയങ്ക വരുണിനെക്കുറിച്ചുള്ള ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ എല്ലാ കാര്യങ്ങളും ദേവൻ അറിയിക്കുകയാണ്. എന്നിട്ട് ഉർവശിയോട് പറയണേ ഉർവശി നീ പോയി പ്രിയങ്കയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വാ. അങ്ങനെ അതെല്ലാം കേട്ട് വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് കേട്ടോ ദേവൻ. ഈ സമയം പ്രിയങ്കയും കുട്ടി ഉർവശിയും അവിടെ എത്തുവാണ്. അന്നേരം ദേവൻ ചോദിക്കണേ മോളെ ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ, ഇവർ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന്. അന്നേരം പ്രിയങ്ക പറയണേ ആ അതൊക്കെ സത്യമാണ്. ഈ സമയം മുത്തശ്ശി പറയണേ അത് പിന്നെ തിരുമേനി വരുണിനോടും കൂടി ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് എന്താ സത്യാവസ്ഥയെന്ന് അവൻ പറഞ്ഞ് ബോധ്യപ്പെട്ടതിന് ശേഷം തിരുമേനി അറിയിക്കാമെന്ന് കരുതി. അതുകൊണ്ടാണ് ഞങ്ങളൊന്നും പറയാഞ്ഞത്. ഇപ്പം നിങ്ങൾക്കൊക്കെ സമാധാനമായല്ലോ എന്ന് കൽപ്പനയെ നോക്കി പറയുവാണ്. എന്താണെങ്കിലും ഇപ്പം തന്നെ ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. ചന്ദ്രശേഖര നീ വരുണിനെ വിളിക്ക്, ഹോസ്പിറ്റലിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ. അന്നേരം കൽപ്പന പറയണേ അതിന് വരുൺ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ട് വേണ്ടേ, വരുണിനെ ഇന്നലെ മുതൽ കാണാനില്ല. ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് അവൻ മനസ്സ് തകർന്ന് എങ്ങോട്ടെങ്കിലും പോയോ അതോ ജീവിതം അവസാനിപ്പിച്ചോ എന്ന് ആർക്കറിയാം. കൽപ്പനെ നീ എന്തൊക്കെയാണ് പറയുന്നത്, നീയല്ലേ പറഞ്ഞത് വരുൺ ഹോസ്പിറ്റലിലുണ്ടെന്ന്. അത് അമ്മയ്ക്ക് വിഷമമാകുണ്ടെന്ന് വിചാരിച്ചാൽ അങ്ങനെ പറഞ്ഞത്. ഈ സമയം ചന്ദ്രശേഖരൻ പറയണേ അമ്മേ ഇന്നലെ കടൽക്കരയെ വെച്ച് വരുണിനെ കാണാനില്ല. അവൻ്റെ ചെരുപ്പും ഫോണും ഒക്കെ അവിടെ കടൽ തീരത്ത് നിന്ന് ബിജുവിന് കിട്ടി. പോലീസ് കുറേ നേരം അന്വേഷിക്കുന്നു, ഇതുവരെ വരുണിനെക്കുറിച്ചുള്ള ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഇത് കേൾക്കുമ്പോൾ തന്നെ മുത്തശ്ശി ആകെ തളർന്ന് അവിടെ അങ്ങ് വീണു പോകുവാണ്. ഈശ്വര എൻ്റെ വരുൺ. ഈ സമയം കൽപ്പന പറയണേ ഈ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും കാരണം നിങ്ങളുടെ മോളാ തിരുമേനി. ഈ വീട്ടിലെ സ്വത്തും പണമൊക്കെ കണ്ടപ്പോൾ ഇവളുടെ കണ്ണങ്ങ് മഞ്ഞളിച്ചു പോയി. അതുകൊണ്ട് കിട്ടിയ അവസരത്തിന് എല്ലാം കൂടി എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. എന്താണെങ്കിലും അച്ഛനും വരുണും ഒക്കെ തിരിച്ചു വന്നോട്ടെ, അതോടെ ഇവളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. പക്ഷേ അതുവരെ ഈ ഭാരത്തിനും ചുമക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല. അതുകൊണ്ട് ഇവളെയും കൂട്ടി ഇവിടെ നിന്ന് പോയാൽ വലിയ ഉപകാരമായിരുന്നു. ഈ സമയം ദേവൻ പറയണേ പ്രിയങ്കെ പോയി നിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വാ, നിന്നോടല്ലേ എടുത്തോണ്ട് വരാൻ പറഞ്ഞത്. അങ്ങനെ പ്രിയങ്ക അകത്തേക്ക് പോകുക. ഈ സമയം ദേവൻ പറയുക ജയഭാരതി അമ്മേ ഞാൻ എൻ്റെ മോളെ തൽക്കാലം ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുക. മക്കളെ വളർത്തിയപ്പോൾ അവരെ കൊണ്ട് എന്നെക്കൊണ്ട് പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും അവളെ പറഞ്ഞു മനസ്സിലാക്കി വളർത്തിയത്. എന്നിട്ടും എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. അവൾ ചെയ്ത തെറ്റിനെ ഞാൻ മാപ്പ് ചോദിക്കുക. ഈ സമയം പ്രിയങ്ക ബാഗൊക്കെ പാക്ക് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങി വരുവാണ്ടോ. അന്നേരം ദേവൻ പറയണേ ഞങ്ങൾ പോകുക. ഞാനിപ്പോൾ എൻ്റെ മര്യാദ കാണിച്ചു. വരുൺ വന്ന് ഇവൾ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് പറയുവാണെങ്കിൽ പിന്നീട് ഒരിക്കലും ഇവൾ ഈ വീട്ടിലേക്ക് വരില്ല. ഞാനൊരിക്കലും ഇവൾ ഇങ്ങോട്ട് പറഞ്ഞയക്കുകയില്ല. അങ്ങനെ പറഞ്ഞ് പ്രിയങ്കയും കൂട്ടി തിരുമേനി അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് പരമേശ്വരൻ കിടക്കുന്ന ഐസിയുൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന പത്മിനിയാണ് കേട്ടോ. ഈ സമയം രാധിക മരുന്ന് വാങ്ങാനായിട്ട് അതുവഴി വരുമ്പോഴാണ് അവിടെ ഇരിക്കുന്ന അമ്മയെ കാണുന്നത്. അല്ല അമ്മ എന്താ ഇവിടെ, ആരെങ്കിലും ഉണ്ടോ ഇവിടെ? മോള് അച്ഛനോടെ ഹോസ്പിറ്റലിലാണ്. അയ്യോ ആണോ, ആരും വിളിച്ചു പറഞ്ഞില്ലല്ലോ. ഇപ്പം എങ്ങനെയുണ്ട്? ഡോക്ടർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല മോളെന്താ ഇവിടെ? അത് പിന്നെ അമ്മേ മുത്തശ്ശിയുടെ തല ചെറുതായിട്ടൊന്ന് ഇടിച്ചു. അയ്യോ എന്നിട്ടിപ്പോൾ എങ്ങനെയുണ്ട്? അയ്യോ അമ്മ പേടിക്കൊന്നും വേണ്ട, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാൻ പറ്റും. ഞാൻ മരുന്ന് വാങ്ങാൻ പോകുമായിരുന്നു. ഈ സമയം പത്മിനി പറയണേ മോളെ ഇവിടെ മറ്റാരും ഇല്ല, അല്ലായിരുന്നെങ്കിൽ ഞാൻ മോളുടെ മുത്തശ്ശിയെ കാണാൻ വന്നാനേ. ഓ അതൊന്നും സാരമില്ലമ്മേ. ഈ സമയം സിസ്റ്റർ ഐസിന് പുറത്തേക്ക് വരുക. അതെ മാഡം 1-2 പേപ്പറിൽ സൈൻ ചെയ്യാനുണ്ട്, മാഡം ഒന്ന് കൂടെ വരാമോ? അതിനെന്താ ഇപ്പോൾ വരാം മോളെ, ഞാനൊന്ന് അങ്ങോട്ടേക്ക് പോയിട്ട് വരാം. അതുവരെ ഇതിൻ്റെ ഫ്രണ്ടിലൊന്നും ഉണ്ടാവണേ. അതിനെന്താ അമ്മേ, ഞാൻ ഇവിടെ നിന്നോളാം. അങ്ങനെ പത്മിനി നേഴ്സിൻ്റെ കൂടെ പോകുവാണ് കേട്ടോ. ഈ സമയം രാധിക ഐസിയുവിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുവാണ്. പെട്ടെന്ന് കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് തൊട്ടടുത്ത് തന്നെയുള്ള വെള്ളം വെച്ച സ്ഥലത്ത് പോയി രാധിക വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഈ ഒരു സമയത്തായിരിക്കും കേട്ടോ ഗൗതം ഐസിയുവിൻ്റെ ഫ്രണ്ടിൽ ആരുമില്ലെന്ന് കണ്ട് ഐസിൻ്റെ ഡോറിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നത്. എന്നിട്ട് പോക്കറ്റിൽ നിന്നും മാസ്ക് എടുത്ത് അത് മുഖത്തേക്ക് വെക്കുവാണ്. ഈ സമയത്ത് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന രാധിക ഗൗതം വന്ന് പമ്മി നിൽക്കുന്നതൊക്കെ കാണുവാണ് കേട്ടോ. ഇതേ സമയം ഗൗതമും തിരിഞ്ഞ് രാധികയെ നോക്കുവാണ്. പെട്ടെന്ന് തന്നെ രാധിക മുഖം തിരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഗൗതമിൻ്റെ പ്ലാനൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. രാധിക എന്താണെങ്കിലും ഗൗതമിൻ്റെ ഈ ചതിയിൽ നിന്നും പരമേശ്വരനെ രക്ഷിക്കാനാണ് സാധ്യത. എന്താണെങ്കിലും നമുക്ക് ആ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്